നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരോ അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. എന്താണ്? അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ, അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്, വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. ആര്? ആ ദുരോത്യമതമേ അവരുടെ ആൾക്കാർ. അവരിത് സാമാന്യ ആദായ വിലക്ക് വിൽക്കുന്നു. വാങ്ങുന്ന മണ്ടമാരി കഥകളൊക്കെ കേട്ട് പേടിച്ച് കുറച്ചു കാലം ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകുമ്പോ മദാമയ്ക്ക് തന്നെ കിട്ടിയ വിലക്ക് വിറ്റിട്ട് രക്ഷപ്പെടും. എങ്ങനെയുണ്ട് അവരുടെ ബിസിനസ്? വെറുതെ എങ്ങനെ ആരെങ്കിലും പേടിക്കും? എന്തെങ്കിലുമൊക്കെ കാണൂടാ. ഇല്ലടാ, ഒന്നുമില്ല. ചുമ്മാ വരട്ടെ. ഞാനിത് വാങ്ങുമ്പോ ആര് പറയാ അതിനകത്ത് കയറി 3-4 രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം. എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന? എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന? ആഹാ, അത് ശരി. അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്. ഒന്നിങ്ങോട്ട് വന്നേ. ഒരാള് ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളി ഇല്ലാത്ത പോസ്റ്റ് കയറി വെറുതെ ഗോൾ അടിക്കാടേ. ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ. വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. ഒന്നും പറ്റിയില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്രം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെയാ? അത് കുറച്ചൊക്കെ പോണമല്ലോ. കുതിരവട്ടത്ത് പോണ വഴിക്കാ. ഞാനും അങ്ങോട്ടാ. ഞാൻ അവിടുത്തെ സ്റ്റാഫാ. എന്നാ സാറും കൂടെ കയറട്ടെ. എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല. വിട്ടോ. സാർ അപ്പൊ ഹോട്ടൽ ഏത് ഹോട്ടൽ? പാരമൗണ്ട് ടവർ. അതെ, ഇവിടുന്ന് അല്പദൂരം റിവേഴ്സ് എടുത്ത് പോയാല് ഒരു ജംഗ്ഷനിലെത്തും. അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു യൂ ടേൺ എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. എന്നെ പിക്ക് ചെയ്ത സ്ഥലമില്ലേ? ബസ് സ്റ്റോപ്പ്. കറക്റ്റ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടൽ. വരട്ടെ. ദരിദ്രവാസി. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ, ഡിഗ്രി എടുത്ത്